ദുഷ്ടനായൊരു രാജാവായിരുന്നു യെഹോയാക്കീം. യിരെമ്യാവിൻ്റെ പ്രവചനങ്ങൾ പോലെ യെരൂശലേമിന് വിരോധമായി പ്രവചിച്ച ശെമര്യാവിൻ്റെ മകനായ ഊരിയാവിനെ യെഹോയാക്കീം വാൾ കൊണ്ട് കൊന്ന് അവൻ്റെ ശവത്തെ സാമാന്യജനത്തിൻ്റെ ശ്മശാനത്തിൽ ഇട്ടുകളഞ്ഞു. യിരെമ്യാ പ്രവാചകനിലൂടെ ദൈവം നൽകിയ ന്യായവിധിയുടെ മുന്നറിയിപ്പുകൾ എഴുതിയ ചുരുളുകൾ എഴുത്തുകാരൻ്റെ ഒരു കത്തി കൊണ്ട് കണ്ടിച്ച് ചുരുൾ മുഴുവനും തീയിൽ വെന്തുപോകും വരെ നെരിപ്പോടിൽ ഇട്ടു. മാത്രമല്ല, യിരെമ്യാവിനെ തടവിലാക്കുവാൻ കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തു. എന്നാൽ ഇതേ യിരെമ്യാ പ്രവാചകനിലൂടെ തന്നെ യെഹോയാക്കീമിൻ്റെ അന്ത്യം ദൈവം വെളിപ്പെടുത്തി. യിരെമ്യാ പ്രവചനം 36 അധ്യായം അതിൻ്റെ 30 വാക്യം. അവന് ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ ഒരുത്തനും ഉണ്ടാകുകയില്ല. അവൻ്റെ ശവം പകൽ വെയിലും രാത്രിയിൽ മഞ്ഞും ഏൽക്കുവാൻ എറിഞ്ഞുകളയും. എന്തുകൊണ്ട് വിജാതീയനായൊരു രാജാവ് ദൈവജനത്തിൻ്റെ മേൽ വിജയം നേടിയെന്ന ചോദ്യത്തിന് നമുക്കിപ്പോൾ വ്യക്തമായ ഒരു ഉത്തരം ലഭിച്ചു. ഇനി യെരൂശലേം നിരോധനത്തിൻ്റെ അനന്തരഫലങ്ങൾ കൂടെ നമുക്ക് ചുരുക്കമായി ചിന്തിക്കാം. കാരണം ദൈവത്തിൻ്റെ വചനത്തോടുള്ള അനുസരണക്കേട് എത്ര വലിയ ദോഷത്തിലേക്ക് നമ്മെ നയിക്കും എന്നതിനുള്ള ഭീതിജനകമായ ഒരു ഉദാഹരണമായി യെരൂശലേം നിരോധനത്തിൻ്റെ അനന്തരഫലങ്ങൾ ഇരിക്കുന്നു. ഹബക്കൂക്ക് പ്രവാചകൻ ബാബിലോൺ ആക്രമണത്തെക്കുറിച്ച് ഇപ്രകാരം പ്രവചിച്ചു. ഹബക്കൂക്കിൻ്റെ പ്രവചനം 1 അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ 8 വാക്യം: തിന്നുവാൻ ബദ്ധപ്പെടുന്ന കഴുകനെ പോലെ അവർ പറന്നു വരുന്നു. ബാബിലോന്യരെക്കുറിച്ച് ഹബക്കൂക്ക് പറയുകയാണ്, തിന്നുവാൻ ബദ്ധപ്പെടുന്ന കഴുകനെ പോലെ അവർ പറന്നു വരുന്നു. മാത്രമല്ല, മോശ മുഖാന്തരവും ദൈവം പ്രവാസത്തിൻ്റെ അനന്തരഫലങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആവർത്തന പുസ്തകം 28 അധ്യായം അതിൻ്റെ 49 മുതലുള്ള ചില വാക്യങ്ങൾ. 49 വാക്യം ശ്രദ്ധിച്ചാൽ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: അവർ നീ അറിയാത്ത ഭാഷ പറയുന്ന ജാതി. 50 വാക്യം: വൃദ്ധനെ ആദരിക്കുകയോ ബാലനോട് കനിവ് തോന്നുകയോ ചെയ്യാത്ത ഉഗ്രമുഖമുള്ള ജാതി. 51 വാക്യം: നീ നശിക്കും വരെ അവർ നിൻ്റെ മൃഗഫലവും കൃഷിഫലവും തിന്നും. 52 വാക്യം: ഇസ്രായേൽ ആശ്രയമായി കരുതിയിരിക്കുന്ന ഉയരവും ഉറപ്പുമുള്ള മതിലുകൾ തകർക്കപ്പെടുന്നു. ഏറ്റവും ഭയാനകമായ ഒരു സ്ഥിതിവിശേഷം 53 വാക്യത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശത്രു നിന്നെ ഞെരുക്കുന്ന ഞെരുക്കത്തിലും നിരോധത്തിലും നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നിൻ്റെ ഗർഭഫലമായ പുത്രന്മാരുടെയും പുത്രിമാരുടെയും മാംസം നീ തിന്നും. ശ്രദ്ധിക്കുക, കഠിനക്ഷാമത്തിൻ്റെ ഫലമായി സ്വന്തം മക്കളുടെ മാംസം ഭക്ഷിക്കേണ്ടി വരും. തങ്ങളുടെ അധ്വാന ഫലമായ കൃഷി, മൃഗം എന്നിവ ശത്രു ഭക്ഷിക്കുന്നു. യഹോവ തങ്ങൾക്ക് നൽകിയ ഉദരഫലത്തെ തങ്ങൾ ഭക്ഷിക്കേണ്ടി വരിക. എത്ര ദാരുണമായിരിക്കുന്ന ഒരവസ്ഥ! മോശ പ്രവചിച്ച ഈ യാഥാർത്ഥ്യം സ്വന്തം കണ്ണുകൊണ്ട് കണ്ട വ്യക്തിയാണ് യിരെമ്യാവ്. ആ യിരെമ്യാവ് ഇപ്രകാരം വിലപിക്കുകയാണ്: യഹോവേ, ആരോടാകുന്നു നീ ഇങ്ങനെ ചെയ്തതെന്ന് ഓർത്ത് കടാക്ഷിക്കണമേ. സ്ത്രീകൾ ഗർഭഫലത്തെ കയ്യിൽ താലോലിച്ചു പോരുന്ന കുഞ്ഞുങ്ങളെ തന്നെ തിന്നണമോ? കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ പുരോഹിതനും പ്രവാചകനും കൊല്ലപ്പെടണമോ? വിലാപങ്ങളുടെ പുസ്തകം 2 അധ്യായം 20 വാക്യം. അതുപോലെ തന്നെ 4 അധ്യായം 10 വാക്യം: കരുണയുള്ള സ്ത്രീകൾ തങ്ങളുടെ പൈതങ്ങളെ സ്വന്തം കൈകൊണ്ട് പാകം ചെയ്തു. അവർ എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നാശത്തിൽ അവർക്ക് ആഹാരമായിരുന്നു. കരുണയുള്ള സ്ത്രീകൾ തങ്ങളുടെ പൈതങ്ങളെ സ്വന്തം കൈകൊണ്ട് പാകം ചെയ്തു. എത്ര ഭയാനകമായ സ്ഥിതിവിശേഷം! ഓർക്കുക, ദൈവം കാരുണ്യവാനായിരിക്കുമ്പോൾ തന്നെ, ദൈവം സ്നേഹവാനായിരിക്കുമ്പോൾ തന്നെ അവൻ നീതിയുള്ള ന്യായാധിപതിയാണ്. അവൻ നീതിയോടുകൂടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്ന ദൈവമാണ്. സാധാരണ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാറുണ്ട്: യു കനോട്ട് സിൻ സക്സസ്ഫുള്ളി. അതായത്, വിജയകരമായി പാപം ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല. പാപത്തിന് ശിക്ഷയുണ്ട്. പാപം ചെയ്തിട്ടൊരിക്കലും ശിക്ഷ ലഭിച്ചില്ലെങ്കിൽ മാത്രമേ അതിനെ വിജയകരമായ പാപമെന്ന് വിളിക്കുവാൻ സാധിക്കുകയുള്ളൂ. അത് അസാധ്യമാണ്. പുറപ്പാട് പുസ്തകം 34 അധ്യായം 7 വാക്യം: കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. ഇവിടെ നമുക്ക് നമ്മുടെ ചിന്തയ്ക്ക് വിഷയീഭവിക്കേണ്ട മറ്റൊരു പ്രധാന വിഷയം കൂടെയുണ്ട്. ദാനിയേലും കൂട്ടുകാരും പ്രവാസികളായി ബാബിലോണിലേക്ക് പോകേണ്ടി വന്നത് തങ്ങളുടെ പാപം നിമിത്തമല്ല, തങ്ങളുടെ അകൃത്യം നിമിത്തമല്ല, തങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യ നിമിത്തം, തങ്ങളുടെ പിതാക്കന്മാരുടെ പാപം നിമിത്തമാണ്. അതിൻ്റെ അനന്തരഫലമായിട്ടാണ് ഇവർക്ക് പ്രവാസികളായി പോകേണ്ടി വന്നത്. ഇപ്രകാരമുള്ള സന്ദർഭങ്ങളിൽ മാനുഷിക ബുദ്ധിയിലും യുക്തിയിലും ഊന്നി ദൈവത്തെ ചോദ്യം ചെയ്ത് വിശ്വാസത്യാഗികളായി മാറുവാനുള്ള സാധ്യത
ഒരുവനെ സംബന്ധിച്ച് വളരെയധികമാണ്. എന്നാൽ സൃഷ്ടാവും വീണ്ടെടുപ്പുകാരനുമായ ദൈവത്തിൻ്റെ പരമാധികാരത്തെക്കുറിച്ച് ഉത്തമ ബോധ്യമുള്ള ഒരു വ്യക്തിയും തൻ്റെ വിശ്വാസം ത്യജിക്കുകയില്ല. വിശുദ്ധ പൗലോസിനോട് ചേർന്ന് താനും പറയും, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഈ അറിവ്, ഈ ബോധ്യം ദാനിയേലിനുമുണ്ടായിരുന്നു. തൻ്റേതല്ലാത്ത തെറ്റിനാൽ വൈഷമ്യങ്ങളിൽ അകപ്പെടുമ്പോൾ, അകാരണമായി വേദനിക്കേണ്ടി വരുമ്പോൾ ഇങ്ങനെയൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നുവെങ്കിൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ശരിയായ പാതയിൽ തന്നെയാണ്. അതായത് നാം ദൈവഹിതത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ബാബിലോണിലായിരുന്നാലും മിസ്രയീമിലായിരുന്നാലും ലോകത്തിൻ്റെ ഏത് കോണിലും ഏതുവിധ വൈഷമ്യ ഘട്ടത്തിലൂടെ കടന്നു പോകുകയാണെങ്കിലും ദൈവഹിതത്തിൻ്റെ ഉള്ളിലായിരിക്കുക എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠവും സുരക്ഷിതവുമായിരിക്കുന്ന കാര്യം. ദാനിയേലിനോടും കൂട്ടുകാരോടുമുള്ള ബന്ധത്തിൽ ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തിൻ്റെ വചനത്തോടുള്ള വിശ്വസ്തതയും വെളിപ്പെടുത്തുവാൻ ഏറ്റവും അനുയോജ്യമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ അവർ ആയിരിക്കുന്നത്. ഒരിക്കൽ അപ്പോസ്തലനായ പൗലോസ് റോമിലെ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് ഇപ്രകാരം ഫിലിപ്പ്യർക്ക് എഴുതി, സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. എൻ്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു എന്ന് അകമ്പടി പട്ടാളത്തിലൊക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വന്നു. ഇതാണ് പൗലോസ് പറയുന്നത്. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ. ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ച് പ്രതികൂല സാഹചര്യമാണ് ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തിൻ്റെ വചനത്തോടുള്ള വിശ്വസ്തതയും വെളിപ്പെടുത്തുവാൻ ഏറ്റവും അനുയോജ്യമായ സാഹചര്യം. അതായത് നമ്മുടേതല്ലാത്ത തെറ്റിനാൽ നാം വൈഷമ്യങ്ങളിൽ അകപ്പെട്ടാലും അവിടെയും നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാൻ നമുക്കവിടെ പ്രത്യേക പരിഗണനകളൊന്നുമില്ല. കാരണം നാം സർവാധിപതിയായ ഒരു ദൈവത്തിൻ്റെ ജനമാണ്. നമുക്ക് വേണ്ടി വീണ്ടെടുപ്പ് വില കൊടുത്തത് അവിടുന്നാണ്. മാത്രമല്ല, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന വാഗ്ദത്വവും അവൻ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു താരതമ്യ പഠനം കൂടെ നടത്തി നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാം. ന്യായവിധിയിൽ അകപ്പെട്ട യെഹോയാക്കീമിൻ്റെ അവസ്ഥയും ന്യായവിധിയിൽ അകപ്പെട്ട ദാനിയേലിൻ്റെ അവസ്ഥയും, രണ്ടുപേരും ദൈവത്തിൻ്റെ ജനം എന്ന പദവിയുള്ളവരാണ്. ആ രണ്ട് വ്യക്തികളുടെ അന്ത്യം, അല്ലെങ്കിൽ ന്യായവിധിയിൽ അകപ്പെട്ട അവർ എങ്ങനെയായിരുന്നു, അവരുടെ അവസ്ഥ എന്തായിരുന്നു എന്നതുകൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യെഹോയാക്കീം രാജാവിനെക്കുറിച്ച് യിരെമ്യാവ് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 22-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ. യെരൂശലേമിൻ്റെ പടിവാതിലുകൾക്ക് പുറത്ത് അവനെ വലിച്ചെറിഞ്ഞ് ഒരു കഴുതയെ കുഴിച്ചിടുന്നത് പോലെ അവനെ കുഴിച്ചിടും. യെഹോയാക്കീമിൻ്റെ അന്ത്യത്തെക്കുറിച്ചാണ് ആ പറയുന്നത്. എന്നാൽ ദാനിയേലിനെക്കുറിച്ച് ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. ദാനിയേൽ പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. ദാനിയേലോ കോരശ് രാജാവിൻ്റെ 1-ാം ആണ്ട് വരെ ജീവിച്ചിരുന്നു എന്നാണ് മലയാള പരിഭാഷ. എന്നാൽ ഇംഗ്ലീഷിൽ വായിച്ചാൽ ഡാനിയൽ കണ്ടിന്യൂഡ് അൻറ്റിൽ ദ ഫസ്റ്റ് ഇയർ ഓഫ് സൈറസ്. സുസ്ഥിരനായിരുന്നു എന്നതാണ് ശരിയായ പരിഭാഷ. ദാനിയേലോ കോരശ് രാജാവിൻ്റെ 1-ാം ആണ്ട് വരെ സുസ്ഥിരനായിരുന്നു. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദാനിയേൽ 6:28 നാം ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ ദാനിയേൽ ദാര്യാവേശിൻ്റെ വാഴ്ചയിലും പാർസി രാജാവായ കോരശിൻ്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു. ഒരു വ്യക്തിയെ കഴുതയെ കുഴിച്ചിടുന്നത് പോലെ കുഴിച്ചിട്ടപ്പോൾ തൻ്റേതല്ലാത്ത തെറ്റിനാൽ വൈഷമ്യത്തിൽ അകപ്പെട്ടിട്ടും ദൈവത്തിൻ്റെ വചനത്തോട് വിശ്വസ്ത പുലർത്തിയ ദാനിയേലിനെക്കുറിച്ച് പറയുകയാണ്, ഹി എൻജോയ്ഡ് സക്സസ്. അവൻ ശുഭപ്പെട്ടിരുന്നു, അവൻ സുസ്ഥിരനായിരുന്നു.